എൻ്റെ പേര് രാജു എന്നാണ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാവുന്ന, അതായത് പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒരു ആമുഖമായിട്ട് കാണിക്കുന്നതാണ്. അത് പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ, വാഴയിലേക്ക് ഒരു കാര്യം, അതായത് വാഴയുടെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ചെടി ഇതിൽ പരിചയപ്പെടുത്തുവാണ്. ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് നേരെ ലംബമായിട്ടാണ് നിൽക്കുന്നത്. ഈ ലംബമായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇല വിരിയുമ്പോൾ, അതായത് ഇതിൻ്റെ ചുരുള് വിരിയുന്നത്, ഇതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആദ്യം വിരിയുന്നത്. ഈ ഇതൊക്കെ കാണാമല്ലോ അല്ലേ? ഇതിൻ്റെ ഇടത് സൈഡാണ് ആദ്യം വിരിയുന്നത്. ഈ ഇടത് സൈഡ് വരുന്നത്. അതേസമയം ഇതും അതുപോലെ തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച് ഇത് റൈറ്റാണ് വിരിയുന്നത്. ഈ ഒരു ചെടി തന്നെയത്, ഒറ്റ ഇനം വർഗമാണത്. പക്ഷെ ഇത് റൈറ്റ് വിരിയുന്നു, ഇത് ലെഫ്റ്റ് വിരിയുന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ റൈറ്റ് വിരിയുന്ന ചെടിയുടെ കാണ്ടം എന്ന് പറഞ്ഞാൽ ഈ തണ്ട്, ഇത് റൈറ്റ് വിരിയുന്നു. അപ്പൊ ഇത് ലെഫ്റ്റിലേക്ക് കറങ്ങും. ഇതിന്റെ കാണ്ടം കറങ്ങുന്നത് ലെഫ്റ്റിലേക്കാണ് കറങ്ങുന്നത്. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിന്റെ ഈ രീതിയാണ് ഇതിനകത്ത് പറയുന്നത്. ഇതാണ് കണ്ട. അപ്പൊ ഇത് എന്ന് വെച്ചാൽ ഈ കാണ്ടം കറങ്ങുവാണ് ഇത് പോകുന്നത്. അപ്പൊ അത് നമുക്ക് വേണേ അനുമാനിക്കാൻ പറ്റുന്ന കാര്യം, സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് മേളത്തെ ഇല വരുമ്പോൾ താഴത്തെ ഇലയ്ക്ക് ഷെയ്ഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയാൽ ഒരുക്കിയേക്കണായിരിക്കാം. അതിന്റെ തന്നെ നേരെ വിപരീതം കിടക്കുന്ന ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നതാണ്. അത് മറ്റേത് നമ്മള് ലെഫ്റ്റിലേക്ക് ഇറങ്ങുന്നു, ഇത് റൈറ്റിലേക്കാണ് ഇറങ്ങുന്നത്. റൈറ്റിലേക്ക് ഇറങ്ങുന്ന പറഞ്ഞാൽ ഈ ആംഗിളിലാണ് കറങ്ങി വരുന്നത്. അപ്പൊ ആ ഇല അതിന്റെ ചുരുള് വിരിയുന്നത്, അതായത് ഇല വന്നിട്ട് ചുരുള് വിരിയുന്ന ഭാഗത്തിന്റെയാണ് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പൊ ഇനി ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, പുല്ലാണ്. ഈ പുല്ലെന്ന് പറയണത് ഒരില ഇടത്, ഇതിപ്പോ ആദ്യം ഇടത്ത് വന്നു, അത് കഴിഞ്ഞ് റൈറ്റ് ആയി, പിന്നെ ലെഫ്റ്റ് വന്നു, റൈറ്റ് വന്നു. പക്ഷെ ഇതിന്റെ ചുരുള് വിരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇച്ചിരി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി വലുതെടുത്തതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഇടത്തേക്ക് പോകേണ്ട ഇല വിരിയുമ്പോൾ റൈറ്റ് ആയിരിക്കും ഈ ചുരുള് വിരിയുക. വലത്തേക്ക് പോകേണ്ട ഇല വിരിയുമ്പോൾ ലെഫ്റ്റേ വിരിയുള്ളൂ. അപ്പൊ ഒരു ചെടിയിൽ വരുന്ന പ്രതിഭാസം, നമ്മൾ ആദ്യം പറഞ്ഞതിൽ എന്താ വരുന്നത്, ഇതില് വരിക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിശയിൽ മാത്രമേ വിരിയുന്നുള്ളൂ. റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്. പക്ഷെ ഇത് പുല്ലിൽ ഇതല്ല വരുന്നത്. ഈ ഇടത്തേക്ക് പോകേണ്ട ഇല വിരിയുമ്പോൾ റൈറ്റ് വിരിയും, റൈറ്റിലേക്ക് പോകേണ്ട ഇല വിരിയുമ്പോൾ ലെഫ്റ്റ് വരിക. അപ്പൊ പുല്ലെന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറയുന്ന ഇല്ലി, അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, ഏലം, ഇതൊക്കെ ഇച്ചിരി വലുതാണ്. അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ, ഇടത്തേക്ക് പോകേണ്ട ഒരു ഇടതൊരു ഇല വിരിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ വരുന്ന റൈറ്റേ വരുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേന് ഏത് ദിശയിലേക്കാണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ചുരുള് വിരിയുള്ളൂ. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഒരു ചെടിയെ തന്നെ വരുന്നതാണ്. അപ്പൊ ഈ പുല്ലെന്ന് പറയുന്നത് വേറൊരു സൈസാണ്. അപ്പൊ ഇത് ഇച്ചിരി നേർത്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ഥിതി ഇങ്ങനെയാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി, ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാല്, വാഴയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. വാഴയുടെ കാര്യം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല്, വാഴയുടെ ഇല വിരിയും, അതായത് 2 ലീഫായിട്ടാണ് വാഴയുടെ ഇല വരുന്നത്. ഒരു ഇല ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ഇല വലത്തേ വരുള്ളൂ. അങ്ങനെ മാറി മാറിയാണ് വാഴയുടെ ഇല വരിക. ഈ വാഴയുടെ ഇല വരിക എന്ന് പറഞ്ഞാൽ, അതിന്റെ കൂമ്പ് വിരിയുക എന്ന് പറഞ്ഞാൽ, അതായത് ഇല വിരിയുക എന്ന് പറഞ്ഞാൽ റൈറ്റ് മാത്രമേ വിരിയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അറിയാവുന്നവർക്ക് ഒരു വലിയ കാര്യമൊന്നുമല്ല, അറിയാൻ പാടില്ലാത്തവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അത് ഞാനൊരു ഗവേഷകനോ മറ്റു കാര്യമൊന്നുമല്ല, നിരീക്ഷണങ്ങൾ നടത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വാഴയിലെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ, വാഴയുടെ റൈറ്റ് മാത്രമേ ഇല വിരിയുള്ളൂ. അപ്പൊ ചിലരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവരെന്നോട് പറഞ്ഞതെന്നു വെച്ചാൽ, അത് ഇടത് ചുരുള് ഈ പൊഴിക്കകത്തിരിക്കുന്നു, വലത് ചുരുളാണ് ഇതിന് പൊതിഞ്ഞിരിക്കണം. അപ്പം വലതേ ഭാഗം വിരിഞ്ഞെങ്കിൽ, അപ്പൊ അന്നേരം അതിനെ പ്രതിപാദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 കാര്യം ഞാൻ ആമുഖമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വാഴയ്ക്ക്, അതായത് ഞാനിപ്പോ പറയുന്നത് നേന്ത്രവാഴയുടെ കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത്. ഏത്തവാഴ എന്ന് പറയുന്നത്, നേന്ത്രവാഴ എന്ന് പറയുന്നത്, അതിന് 35 ഇലയെ ഒരു വാഴയ്ക്ക് വരുള്ളൂ. ഈ 35 ഇല വിരിഞ്ഞു കഴിഞ്ഞാൽ 36ാമത്തെ കൊലയായിരിക്കും. ഇനി ഇതിന്റെ ഇല എങ്ങനെയാണ് എടുക്കണേന്ന് ചോദിച്ചാൽ, ഇല നമുക്ക് അതായത് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് എടുക്കണമല്ലോ. ഒരു 5 or 6 ഇല വരുന്നവരെ ഉണങ്ങാതെ നിൽക്കുന്ന ഇല, അതായത് മൂഞ്ഞ കൊണ്ട് ഉണങ്ങിപ്പോവാം, മറ്റേ ഉണക്കിന്റെ ഇതുകൊണ്ട് ഉണങ്ങിപ്പോവാം, അല്ലെങ്കിൽ മറ്റേ കേടുകൊണ്ടൊക്കെ ഉണങ്ങിപ്പോവാം. എന്നാലും 5 ഇലയെങ്കിലും ഉണങ്ങാതെ നിൽക്കുക. അതായത് നമുക്കൊരു ഉപ്പുമാവ് കഴിക്കാനുള്ള ഒരു വലുപ്പമെങ്കിലും ഒരു ഇലയ്ക്ക് ഉണ്ടാകുക. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇല മുതൽ കൂട്ടിക്കഴിഞ്ഞാൽ
35 ഇല വരെ വരും. പിന്നെ അതിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ആദ്യം എടുക്കുന്ന ഇലയുടെ എവിടെ നിന്നാണോ നമ്മൾ സെലക്ട് ചെയ്യുന്ന അതിന്റെ ഒരു ഇതിൽ വേരിയേഷൻ വരുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വരാറില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ കുറെ നാളുകൾ കുറെ വാഴകളിൽ നിരീക്ഷിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 29 ഇല അതിന്റെ നമ്മൾ നടുന്ന അടിയിൽ എന്നാ പറയുക, മാണം അല്ലെങ്കിൽ തട എന്നൊക്കെ പറയുന്നുണ്ട്. അടിയിലെ ഉരുണ്ട് നമ്മൾ നടുന്ന വസ്തു അത് വളർന്നു വന്നാണ് അതിന്റെ തടയുണ്ട്. അതിലാണ് കുട്ടികളൊക്കെ ഉണ്ടാകുന്നത്. അതിൽ നിന്ന് വരുന്നത് 29 ഇലയെ വരുള്ളൂ. ഈ 29 ഇല കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന 6 ഇല എന്ന് പറഞ്ഞാൽ പിണ്ടിയെന്നാണ് വരുന്നത്. അപ്പൊ ഈ 29 ഇല വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ചുരുള് കയറി വരുമ്പോൾ നമ്മുടെ പെൻസിൽ കൂർമ്മിച്ചിട്ട് എങ്ങനെ ഇരിക്കുമോ അഗ്രഭാഗം കൂർത്തിരിക്കുന്ന പോലെ തന്നെ ഇരിക്കുകയുള്ളൂ. പിന്നെ 29 കഴിഞ്ഞ് 30ാമത്തെ വരുമ്പോൾ നമ്മൾ പെൻസിൽ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതിന്റെ മൂടി ഉരുണ്ടിരിക്കുന്ന പോലെ ആ ഒരു വ്യത്യാസം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു വിത്ത്, ഒരു കുഞ്ഞ് കിട്ടി, ഒരു ചെറിയൊരു പീസ് അല്ല ഒരു വാഴത്തട അല്ല ഒരു കുഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ആ മാതാവിനോട് എത്ര ഇലയാണോ അവിടെ നിന്നപ്പോൾ എത്ര ഇലയാണോ വന്നത് അതിന് ശേഷമുള്ള ഇലയെ വരുള്ളൂ. അപ്പൊ അത് മുതൽ നടുന്നപ്പോൾ മുതൽ 35 ഇല വരിക എന്ന് പറഞ്ഞാൽ അതുണ്ടായില്ല. ആ മാതാവിനോട് കൂടി നിന്നപ്പോൾ എത്ര ഇല വന്നിട്ടുണ്ടോ അത്രയും അതിനകത്ത് മൈനസ് വരും എന്ന് പറഞ്ഞാൽ അതും കൂടെ കൂടിയാണ് ഇതിനകത്ത് വരിക. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു സൂചി വിത്താണ് കിട്ടണമെങ്കിൽ, ഇലയൊന്നും ഇല്ലാത്ത വിത്താണ് കിട്ടണമെങ്കിൽ ഇതിങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എന്താണ് 29 ഇല അതിന്റെ അടിയിലെ തടയെന്നും പിന്നെ വരുന്ന 6 ഇല പിണ്ടിയെന്നേ വരുള്ളൂ. അപ്പൊ ഇത് കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിൽ കപ്പവാഴ അതല്ലെങ്കിൽ ചോരപ്പൂവൻ, രക്തക്കദളി എന്നൊക്കെ പറയുന്ന ഒരു വാഴയുണ്ട്. ആ വാഴയ്ക്കും ഇതേ അനുഭവം തന്നെയാണ് കണ്ടേക്കുന്നത്. കാരണം അതിന് കാലാവധി കൂടുതൽ എടുക്കുന്നത്. ഈ വേരിയേഷൻ വരിക എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല വരുന്നത്. അതിന് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ ഇല, അതായത് ഈ ചെറിയ ചുരുള് വന്ന് വിരിയാനുള്ള ഏത്തവാഴയും മറ്റേ വാഴയായിട്ട് എന്ന് പറഞ്ഞാൽ കാലാവധിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഇല വന്ന് ചുരുള് വന്ന് വിരിയാനുള്ള അതിന്റെ ടൈം ദിവസം കൂടുതലും അല്ലെ മണിക്കൂർ കൂടുതൽ വരുന്നുണ്ട്. ആ ഒരു വേരിയേഷൻ. പക്ഷേ ഇലയിൽ മാറ്റം വരുന്നില്ലാത്തതായിട്ടാണ് നമ്മൾ അനുഭവം. അതിന്റെ ഇവിടെ തന്നെ ഒരു വാഴ നിപ്പുണ്ട്, അതിനിപ്പോ 33ാമത്തെ ഇല വന്നിട്ടുണ്ട്. ഇനി 2 ഇലയും കൂടെ അതിന് ശരിക്കും വരേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ അത് കൊലയാവും. അപ്പൊ നമ്മൾക്ക് ഞാൻ പറഞ്ഞ എന്നാ വെച്ചാൽ 29 ഒന്ന് 30 ഇല വരുമ്പോൾ തന്നെ നമുക്ക് ആ വാഴ കൊലയ്ക്കാൻ പോകണം മുൻകൂട്ടി അറിയാൻ പറ്റും. അപ്പൊ അതിനെപ്പറ്റി മുൻകൂട്ടി അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ എന്താണെന്നുള്ള കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പ്രതിപാദിക്കുന്നില്ല. അതിനകത്ത് പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിന്റെ അടുത്ത പാർട്ടായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ലെഫ്റ്റിലേക്ക് കറങ്ങുന്ന വള്ളിപ്പടപ്പുകൾ, അതായത് പയറുവർഗ്ഗങ്ങൾ, പിന്നെ മരങ്ങൾ, ഇതൊക്കെയാണ് ലെഫ്റ്റിലേക്ക് കറങ്ങുന്നതാണ് ഏറ്റവും കൂടുതലുള്ളത്. റൈറ്റിലേക്ക് കറങ്ങുന്നത് തീരെ ചുരുക്കമാണ്. അതായത് ലെഫ്റ്റിലേക്ക് കറങ്ങുന്നതിനെ കഴിഞ്ഞ് കുറവാണ് റൈറ്റിലേക്ക് കറങ്ങുന്നുള്ളത്. അപ്പൊ അതും ഇനി പ്രതിപാദിക്കുന്ന പറഞ്ഞാൽ അടുത്ത ഇത് വരുന്നത് പൈനാപ്പിളിന്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ തെങ്ങിന്റെ കാര്യവും ഇതിനകത്ത് പ്രതിപാദിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഒരു ആമുഖമായിട്ട് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ വാഴയുടെ ഏതാണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത് ഏതാണ്ട് സത്യമായ കാര്യങ്ങളാണ്, യാഥാർത്ഥ്യം തന്നെയാണ് അതിനകത്ത്. അതായത് 35 ഇലയെ വരുള്ളൂ. 29 ഇല വാഴയുടെ അടിയിലെ ഭാഗത്തുനിന്നും 6 ഇല ഇതിന്റെ പിണ്ടി വളഞ്ഞ, അതേ കൊല കയറി വരുന്ന പിണ്ടിയില വരുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ കൊല മൂക്കാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ 3, 6, 9 എന്നാണ് കേട്ടേക്കണേ. ശരിക്കും അതല്ല. ഒരു കൊല വന്ന് വിരിഞ്ഞ് അതിന്റെ പെടല തീരുക, അത് കായയുടെ തീർന്ന് തേന്റെ വിരിയണ, അതിനൊരു സ്റ്റക്കുണ്ട്. ഈ സ്റ്റക്ക് മുതൽ 100 ദിവസം വരെ ഒരു കൊല പഴുക്കാതെ നിൽക്കും, ഏത്തക്കൊല. അതിനുശേഷം 1, 2, 3, അതായത് 101, 102, 103 ഈ ദിവസങ്ങളിലേ അത് പഴുക്കുള്ളൂ. ഇത്രയും കാലാവധി അത്, അതായത് വെയിൽ കൊണ്ട് പൊള്ളാതെയോ കൂടുതൽ പൊട്ടാഷോ അല്ല മറ്റു മൂലകങ്ങളോ കൂടുതൽ ചെല്ലാതെ നിന്ന് കഴിഞ്ഞാൽ അത് ആ ഡേറ്റ് വരെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, നിങ്ങൾക്കും ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പറയാൻ മാത്രമായിട്ടാണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പൈനാപ്പിളിൻ്റെയിലേക്ക് വരുന്നുണ്ട്. അതിലുപരി തന്നെ തെങ്ങിന്റെ കാര്യത്തിലേക്കും പറയുന്നുണ്ട്. തെങ്ങിന്റെയും കാര്യങ്ങൾ ഇതുപോലെ തന്നെയാണ്. തെങ്ങ് കറങ്ങുന്നുണ്ട്, അതെന്താണെന്ന് ഞാൻ വിവരിക്കുന്നുണ്ട്. അത് വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം, അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഈ വാഴ എന്ന് പറഞ്ഞാൽ കപ്പവാഴ, തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ കപ്പവാഴ എന്നൊക്കെ അറിയപ്പെടുന്നത്. പിന്നെ ചോരപ്പൂവെന്നും രക്തക്കദളി എന്നൊക്കെ പറയുന്ന ആ ഇനം വാഴയാണ്. അപ്പൊ നമ്മൾ ഈ 35 ഇലയെന്ന് കണക്കാക്കുന്ന 1ാമത്തെ ഇലയെന്ന് പറഞ്ഞാൽ ഇതൊന്നും അതിനകത്ത് പെടുന്നില്ല.
ഈ ഒരു ഇലയാണ്, ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഇലയുടെ ഷേപ്പ് കണ്ടോ, ഈ ഒരു ഇലയാണ് ഒന്നേന്ന് കൂട്ടുന്നത്. ഇത് നമ്മൾ കൂട്ടുന്നില്ല, ഇത് ഇലയുടെ എണ്ണത്തിൽ പെടുത്തുന്നില്ല. അപ്പോൾ ഈ ഇല മുതലാണ് ഒന്നേന്ന് മുതൽ തുടങ്ങണം. അങ്ങനെ 35 ഇലയാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നേന്ത്രവാഴയുടെ കാര്യത്തിലാണ് കേട്ടോ പറഞ്ഞത്. ഇതിൻ്റെ നമ്മളത് മാർക്ക് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. ഒരു കാര്യം പറയാനായിട്ട് ഇത് ചെയ്യുന്നുള്ളൂ.